property 2 opposite angles of a parallelogram are equal. ഇവിടെ ഞാനൊരു പാരലോഗ്രാം എടുത്തു PQRS. എന്നിട്ട് ഞാൻ PR ഒരു ഡയഗണൽ വരച്ചു, മുമ്പ് വരച്ചതുപോലെ തന്നെ വരച്ചു. അന്നേരം എനിക്കിവിടെ രണ്ട് ട്രയാങ്കിൾ കിട്ടി. ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് PQR എന്ന് പറയുന്നതും മറ്റൊരു ട്രയാങ്കിൾ എന്ന് വെച്ചാൽ PSR എന്ന് പറയുന്ന ട്രയാങ്കിളുമാണ്. എനിക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ എന്നാണ്. അപ്പം കൺസിഡർ ട്രയാങ്കിൾ PQR ആൻഡ് PSR. രണ്ടിടത്തും PR എന്താ കോമൺ ആണ്. PR ഇസ് ഈക്വൽ ടു PR, കോമൺ ആണ്. PR എന്ന് പറയുന്നത് കോമൺ ആണ്. ഇനി മുമ്പലത്തെ പ്രോപ്പർട്ടി പറഞ്ഞ എന്താ, ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് PQ ഈസ് ഈക്വൽ ടു വാട്ട്, PQ ഈസ് ഈക്വൽ ടു RS and PQ is equal to RS and QR is equal to SP. QR is equal to SP. ഇത് പ്രോപ്പർട്ടി 1 പ്രകാരം ഓപ്പോസിറ്റ് sides of a parallelogram are equal. Therefore, triangle PQR is congruent to triangle PSR by SSS വെച്ച് ഈ ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെങ്കിൽ എന്താ, അതിനകത്തുള്ള ബാക്കിയുള്ള സൈഡ്സും ബാക്കിയുള്ള ആംഗിൾസും എല്ലാം എങ്ങനെയായിരിക്കും, ഈക്വൽ ആയിരിക്കും. ദെയർഫോർ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ. ആംഗിൾ P ഈസ് ഈക്വൽ ടു ആംഗിൾ R ആൻഡ് ആംഗിൾ Q ഈസ് ഈക്വൽ ടു ആംഗിൾ S ആയിരിക്കും. Therefore, we proved that opposite angles of a parallelogram are equal. അടുത്തൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ 4. ബെസ്റ്റ് ഈസ് എ പാരലോഗ്രാം, ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ്, വൈ ആൻഡ് ഇസെഡ്. ഇവിടെ തന്നിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ ആണ്. ആംഗിൾ B നമുക്ക് തന്നിട്ടുണ്ട് 100 ഡിഗ്രി ആണ്. നമുക്ക് എക്സും വൈയും ഇസഡിന്റെയും വാല്യൂ ആണ് കിട്ടേണ്ടത്. നമുക്ക് പറയാം ആംഗിൾ ആംഗിൾ എക്സ് ഇസ് ഈക്വൽ ടു 100 ആണെന്ന് പറയാം. 100 ഡിഗ്രി ആണ്. കാരണം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. വി പ്രൂവ്ഡ് ദാറ്റ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ. ദെയർഫോർ ആംഗിൾ എക്സ് ഇസ് ഈക്വൽ ടു 100 എന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ആംഗിൾ ഇസഡ് പ്ലസ് 100 എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസന്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ സപ്ലിമെന്ററി എന്നൊരു കാര്യം നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ആംഗിൾസ്, അതായത് അഡ്ജസന്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം എന്ന് പറയുന്നത് സപ്ലിമെന്ററി ആണ്. അതാണ് അഡ്ജസന്റ് ആംഗിൾ ആണ് ആംഗിൾ ബിയും ഈ ആംഗിൾ ഇസഡ് എന്ന് പറയുന്നതും സപ്ലിമെന്ററി ആണ്. കാരണം അവർ അഡ്ജസന്റ് ആംഗിൾസ് ആണ്. അവിടുന്ന് നമുക്ക് പറയാം ആംഗിൾ ഇസഡ് എന്ന് പറയുന്നത് 80 ഡിഗ്രി ആണ്. ഇനി അടുത്തത് ആംഗിൾ വൈ ആണുള്ളത്. ആംഗിൾ വൈ എങ്ങനെ കണ്ടുപിടിക്കും? ആംഗിൾ വൈ എന്ന് പറയുന്നത് ആംഗിൾ വൈ പ്ലസ് ആംഗിൾ ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? 180 ഡിഗ്രി ആണ്. കാരണം അത് ലീനിയർ ആണ്. ലീനിയർ ആംഗിൾസ് ആണ്. ലീനിയർ ആംഗിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? ലീനിയർ ആംഗിൾ എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആംഗിൾ ഇസഡ് പ്ലസ് ആംഗിൾ വൈ എന്ന് പറയുമ്പോൾ ഒരു 180 ഡിഗ്രി വരും. ലീനിയർ ആംഗിൾസ് ആർ സപ്ലിമെന്ററി. സോ ആംഗിൾ ഇസഡ് പ്ലസ് ആംഗിൾ വൈ എന്ന് പറയുന്നത് എന്താ? ലീനിയർ ആംഗിൾസ് ആണ്. സോ അത് 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ഇസഡിന്റെ വാല്യൂ നമുക്കറിയാം 80 ഡിഗ്രി ആണ്. സോ ആംഗിൾ വൈ ഈസ് ഈക്വൽ ടു 180 മൈനസ് 80 ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി ആണ്. അപ്പൊ ആംഗിൾ വൈയുടെ വാല്യൂ എന്തായി? 100 ഡിഗ്രി എന്ന് കിട്ടി. ഇത് ഓർത്ത് വെച്ചോളൂ ഈ ആംഗിൾ ഇസഡ് കണ്ടുപിടിച്ച. കാരണം ആംഗിൾ ബിയും ആംഗിൾ ഇസഡും എന്താണ്? അഡ്ജസന്റ് ആംഗിൾസ് ആണ്. അഡ്ജസന്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ സപ്ലിമെന്ററി. ആംഗിൾ ഇസഡും ആംഗിൾ വൈയും എന്ന് പറയുന്നത് സപ്ലിമെന്ററി ആണ്. കാരണം ആംഗിൾ ഇസഡ് പ്ലസ് ആംഗിൾ വൈ എന്ന് പറയുന്നത് ലീനിയർ ആംഗിൾസ് ആണ്. ലീനിയർ ആംഗിൾസ് 180 ഡിഗ്രി ആണ്. ആംഗിൾ എക്സ് എന്ന് പറയുന്ന 100 വരാനുള്ള കാരണം ആംഗിൾ എക്സും ആംഗിൾ ബിയും എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ.
അടുത്തത് എക്സാമ്പിൾ 5 ആണ്. എക്സാമ്പിൾ 5 എന്ന് പറയുന്നത് നമുക്കൊരു റിംഗ് എന്ന് പറയുന്ന ഒരു പാരലോഗ്രാം തന്നിട്ടുണ്ട്. ആംഗിൾ R 70 ഡിഗ്രി ആണ്. ഫൈൻഡ് ഓൾ ദി അതർ ആംഗിൾസ്. അപ്പം മറ്റ് ആംഗിൾ എന്ന് പറഞ്ഞ ആംഗിൾ I, ആംഗിൾ N, ആംഗിൾ G ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ R തന്നിട്ടുണ്ട്. ആംഗിൾ R എന്ന് പറയുന്നത് ആംഗിൾ N-ന് ഈക്വൽ ആയിരിക്കും. കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ. Therefore angle R is equal to angle N. Therefore angle N is equal to 70 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്തത് ആംഗിൾ I ആണ് നമുക്ക് വേണ്ടത്. ആംഗിൾ R അറിയാം, ആംഗിൾ I വേണം. അപ്പം നമുക്കറിയാം ആംഗിൾ R എന്ന് പറയുന്നതും ആംഗിൾ R ആൻഡ് ആംഗിൾ I ആർ അഡ്ജസന്റ് ആംഗിൾസ് ആണ്. അഡ്ജസന്റ് ആംഗിൾസ്. സോ അഡ്ജസന്റ് ആംഗിൾസ് എന്ന് പറയുന്നത് സപ്ലിമെന്ററി ആണ്. അഡ്ജസന്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണ്. ആംഗിൾ R പ്ലസ് ആംഗിൾ I ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ 70 ഡിഗ്രി പ്ലസ് ആംഗിൾ I ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ I ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ I എന്ന് പറയുന്ന 110 ഡിഗ്രി എന്നും കിട്ടും. ആംഗിൾ N എന്ന് പറയുന്നത് 7 ഡിഗ്രിയും കിട്ടിയെങ്കിൽ ആംഗിൾ Iയും ആംഗിൾ Gയും എന്താണ്? ഈക്വൽ ആണ്. കാരണം അവരും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. Therefore ആംഗിൾ G എന്ന് പറയുന്നത് 110 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്കൊരു പ്രൂവ് അല്ല, നമുക്ക് ഇത് തന്നെ ശരിയാണോ, ആംഗിൾ എന്ന് ശരിയാണോ എന്ന് നോക്കണേ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് സം ഓഫ് ദി ഇന്റീരിയർ ആംഗിൾ ഓഫ് എ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 360 ആയിരിക്കും അല്ലേ. അപ്പൊ ആംഗിൾ 70 പ്ലസ് ആംഗിൾ 110 ഡിഗ്രി പ്ലസ് ആംഗിൾ 70 പ്ലസ് ആംഗിൾ 110 ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അപ്പം നമ്മുടെ മെഷർമെന്റ് എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതെല്ലാം ശരിയാണ്.